പ്രമേഹം ഉണ്ടെന്നറിഞ്ഞാൽ ഗുളികകളും ഇൻസുലിൻ ഇഞ്ചക്ഷനുമാണ് ചികിത്സ. മരുന്നും ഇൻസുലിനും ഒക്കെ കൃത്യമായി എടുത്താലും പലർക്കും ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിലാകാറില്ല. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പ്രഷറും കൊളസ്ട്രോളും ഹൃദ്രോഗവും ആർത്രൈറ്റിസും പോലുള്ള മറ്റു രോഗം കൂടി കൂട്ടിനെത്തും. ഒരു ടിപ്പിക്കൽ പ്രമേഹ രോഗിയുടെ കാര്യമെടുക്കാം. 62 വയസ്സ്, 25 വർഷമായി ചികിത്സിക്കുന്നു. ഇപ്പം 4 തരം പ്രമേഹ ഗുളികകളും ഇൻസുലിനും ഉപയോഗിക്കുന്നു. എങ്കിലും ബ്ലഡ് ഗ്ലൂക്കോസ് 321 HbA1c 11.2 ഒപ്പം പ്രഷറിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗത്തിനുമുള്ള മരുന്നുകളും കഴിക്കുന്നു. റെറ്റിനോപ്പതിക്കായി 6 തവണ കണ്ണിൽ ലേസർ സർജറി നടത്തി. ന്യൂറോപ്പതി മൂലമുള്ള തരിപ്പും വേദനയും സെൻസേഷൻ കുറവും കാലിലെ സെൻസേഷൻ കുറഞ്ഞതിനാൽ സ്പെഷ്യൽ ചെരുപ്പ് ഉപയോഗിക്കണം. കൂടാതെ സന്ധികളുടെ തേയ്മാനം മൂലമുള്ള നടുവേദനയും തോളുവേദനയും 1 വർഷമായി കൈ പൊക്കാനാകാത്തതിനാൽ സ്വയം മുടി ചീകാനോ കെട്ടാനോ കഴിയുന്നില്ല. ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളും മരുന്നുകളും ഉള്ള വ്യക്തിക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെ ഓപ്പറേഷൻ ഒഴിവാക്കാനായി, അസ്വസ്ഥതകൾ മാറാൻ എത്ര നാൾ വേണ്ടി വന്നു, പ്രമേഹത്തിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗത്തിനുമായി കഴിച്ചിരുന്ന മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ എത്ര നാൾ വേണ്ടി വന്നു, ലാബ് ടെസ്റ്റുകൾ എങ്ങനെയാണ് ശരീരത്തിനുണ്ടായ പുരോഗതി വിലയിരുത്താനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും സഹായിച്ചത്, HbA1cയും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ മരുന്നുകളും ഇഞ്ചക്ഷനും ഒന്നുമില്ലാതെ നോർമലാകാൻ എത്ര നാൾ വേണ്ടി വന്നു തുടങ്ങിയവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്.